PFI കേസിൽ NIAക്ക് കനത്ത തിരിച്ചടി. പോപ്പുലർ ഫ്രണ്ടിന്റെ 10 സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടി കൊച്ചി NIA കോടതി റദ്ദാക്കി. സ്വകാര്യ വ്യക്തികളും ട്രസ്റ്റുകളും നൽകിയ അപ്പീലിലാണ് കോടതി നടപടി. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ ഭീകരവാദ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു NIA സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയത്. ഇതിനെതിരെ സ്വകാര്യ വ്യക്തികളും ട്രസ്റ്റുകളും സമർപ്പിച്ച അപ്പീലുകളാണ് NIA കോടതി പരിഗണിച്ചത്. വിശദമായ വാദം കേട്ട കോടതി PFIയുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്ത നടപടി റദ്ദാക്കുകയായിരുന്നു. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാന കേന്ദ്രമായ മലപ്പുറം മഞ്ചേരി കാരാപ്പറമ്പിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ഉടമസ്ഥയിലുള്ള 10.27 ഹെക്ടർ ഭൂമിയും കെട്ടിടങ്ങളും, ആലപ്പുഴയിലെ ആലപ്പി സോഷ്യൽ കൾച്ചറൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ളവ, പന്തളം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള വസ്തുവകകൾ ജപ്തി ചെയ്ത നടപടിയാണ് കോടതി റദ്ദാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി ഈ സ്വത്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു NIA ഇവയെല്ലാം പൂട്ടി മുദ്രവെച്ച് ജപ്തി ചെയ്ത് കണ്ടുകെട്ടിയത്. PFI നേതാക്കളാണ് ഗ്രീൻ വാലി ഫൗണ്ടേഷന്റെ ട്രസ്റ്റുകളെന്നും അവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നുമായിരുന്നു NIA വാദം. സംഘടനയുടെ കേഡർമാരെ താമസിപ്പിക്കാനും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും നിർമ്മിക്കാനും ഉപയോഗിക്കുന്നതിനും പരിശീലനം നടത്താനുമാണ് ഈ കേന്ദ്രം ഉപയോഗിക്കുന്നതെന്നും NIA കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ PFIയും അതിൻ്റെ പഴയ രൂപമായ NDFും രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ട്രസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഗ്രീൻ വാലി ഫൗണ്ടേഷൻ വാദിച്ചു. 1993 സ്ഥാപിച്ച ഗ്രീൻ വാലിയുടെ ആസ്തികൾ തീവ്രവാദത്തിൻ്റെ ഭാഗമായുള്ളതല്ലെന്നും സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ കാർഷിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണെന്നും ട്രസ്റ്റ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. NIA കേസിൽ പ്രതിയായ അംഗങ്ങളാരും നിലവിലെ ട്രസ്റ്റിലില്ലെന്നും അഭിഭാഷകർ കോടതി അറിയിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ച കോടതി NIAയുടെ ജപ്തി നടപടി റദ്ദാക്കുകയായിരുന്നു. അതേസമയം ഏതെങ്കിലും സ്വത്തുക്കൾ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ ലഭിച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ പുറത്തുവന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പുതിയ നടപടികൾ ആരംഭിക്കുന്നതിന് തടസ്സമാകില്ലെന്നും ജപ്തി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.